ഷമീർ കഡൂരൻ എഴുതിയ ഷവാഫ് ഒരു പ്രണയയുദ്ധം. പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ പരാജയ പ്രണയം ഏറ്റുവാങ്ങിയവരും ഉണ്ടാകും. എന്നാൽ ഒരു പ്രണയം തന്നെ ഒരാളുടെ ജീവിതത്തെ ഒരുപാട് വട്ടം പരാജയപ്പെടുത്തിയാലോ? അങ്ങനെ ഒരു കഥയാണ് ഷമീർ കഡൂരൻ എഴുതിയ ഷവാഫ് ഒരു പ്രണയയുദ്ധം. ഇത് ഷമീറിന്റെയും വഫ്നയുടെയും പ്രണയകഥയാണ്. എഴുത്തുകാരൻ കൂടിയായ ഷമീറിന്റെ ജീവിതത്തിലെ യഥാർത്ഥ അനുഭവങ്ങളായതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാരന്റെ പോരായ്മകളെല്ലാം കണ്ടില്ലെന്ന് അടിച്ചുകൊണ്ട് നമുക്കിത് വായിച്ചു തുടങ്ങാം. കാരണം അദ്ദേഹത്തിന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു മേശവലിപ്പിലോ ഷെൽഫിലോ അലമാരയിലോ ഒതുങ്ങിക്കൂടേണ്ടിയിരുന്ന ഡയറി കുറിപ്പുകളെയാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഒരു പ്രണയ നോവലാക്കി മാറ്റിയത്. ഇതിന്റെ കഥയോ കഥാസന്ദർഭങ്ങളോ ഒന്നും തന്നെ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. ഒരു വായനാനുഭവം എന്ന നിലയിൽ രണ്ട് കാര്യങ്ങളെ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് പോസിറ്റീവായിട്ടും മറ്റൊന്ന് നെഗറ്റീവായിട്ടും. പോസിറ്റീവായിട്ടുള്ള കാര്യം, നമ്മുടെയൊക്കെ ലൈഫിന്റെ മോശാവസ്ഥയിൽ നമ്മളെ കൈപിടിച്ചുയർത്താനും നമുക്കൊരു കൈത്താങ്ങായിട്ട് കൂടെ നിൽക്കാനും ഒരുപാട് ബന്ധങ്ങളുണ്ടാകും. അത് രക്തബന്ധം തന്നെ ആവണമെന്നില്ല, സുഹൃത്ത് ബന്ധങ്ങളും ആവാം. നമ്മൾ ആ സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനവും അത്തരം ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലാവരുത്. കാരണം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവരെ കൂടി അഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു കാര്യം എഴുത്തുകാരൻ പലവട്ടം പറയാതെ ഈ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. രണ്ടാമത്തത്, ഈ കഥ ഷമീറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ പറയുന്നത് കൊണ്ട് ഷമീറിന്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് വായനക്കാർക്ക് കൺവേ ആകും. ഇതിലെ പ്രണയം പോലും വായനക്കാർക്ക് ഇമോഷണലി കണക്ട് ആകുന്നത് ഷമീറിലൂടെയാണ്. എന്നാൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വഫ്നയോടോ വഫ്നയുടെ പ്രണയത്തോടോ എനിക്ക് കിട്ടിയില്ല. ഞാൻ ആദ്യം പറഞ്ഞ തുടക്കക്കാരൻ്റെ പോരായ്മകളായിരിക്കാം അതിന് കാരണം. തുടക്കം മുതൽ ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞു പോയ കഥ ക്ലൈമാക്സ് ആയപ്പോഴേക്കും പെട്ടെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തിയ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാതെയാണ് നോവൽ അവസാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു രണ്ടാം ഭാഗത്തിന് സ്കോപ്പ് ഉണ്ട്. ആ രണ്ടാം ഭാഗത്തിലൂടെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ആദ്യം പറഞ്ഞ പോരായ്മകളും ഒക്കെ എഴുത്തുകാരന് പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയ നോവൽ ആയതുകൊണ്ട് തന്നെ വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഷമീർ കഡൂരൻ എഴുതി മാൻകൈൻഡ് പബ്ലിഷ് ചെയ്ത ഷവാഫ് ഒരു പ്രണയയുദ്ധം.